അസർമുല എടുക്കാൻ പോവാന്നോ പറഞ്ഞത്. പാച്ചുവിൻ്റെ കയ്യിലുള്ള ഈ പൂവാണ് അസർമുല. ഇവർ സ്കൂൾ വിട്ട് വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലെയും ഇളാപ്പാൻ്റെ വീട്ടിലെ എല്ലാവരും പുറത്തിറങ്ങും. ഇവർ കൂടെ കൂടും. എന്നിട്ട് അവർ പോകുന്നിടത്തേക്കൊക്കെ നമ്മളും പോകും. അങ്ങനെ പ്ലാവിലുകൊണ്ട് പാത്രം ഉണ്ടാക്കാനും പൂളൻ്റെ എല്ലുകൊണ്ട് മാല ഉണ്ടാക്കാനും പാളയിലിരുത്തി വലിക്കാനൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇതിനെല്ലാം കാരണം ഞങ്ങൾ ആമാമയാണ്. അതിൻ്റെ ശേഷമാണ് ഞാനും ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയത്. ഇതൊന്നും വീഡിയോക്ക് വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രകൃതിയുമായിട്ട് ഇത്തരത്തിൽ ഇടപഴകുന്നത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കും. ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ പൂ പറിക്കലാണ് അവരുടെ പണി. അതുകൊണ്ട് 4 മണിക്കാണ് ഈ പൂ വിരിയണതെന്നും ഇതിൻ്റെ വിത്ത് എന്താണ് എന്നും ഇതിന് എത്ര ഇതളുകളുണ്ട് എന്നും ഒക്കെ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. യാതൊരു ഫോഴ്സുകളില്ലാതാണ് അവരത് മനസ്സിലാക്കിയത്. ഒക്കെ കുട്ടികൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചാൽ ഒരു കാലത്തും കുട്ടികൾ അതിനെ മറക്കില്ല. സാഹചര്യങ്ങളെ അതിജീവിക്കാനും ഒക്കെ അവർക്ക് സാധിക്കും ഇത്തരത്തിൽ പ്രകൃതിയിലോട്ട് ചെന്നാൽ. ഇപ്പോൾ മകന് സൈക്കിള് മുകളിലോട്ട് ചവിട്ടി കയറ്റാണ് ചെയ്യുന്നത്. പക്ഷെ അവനക്ക് അതിനെ ചവിട്ടി കയറ്റാൻ പറ്റില്ല. കയറ്റം കയറുമ്പോൾ അതിന് ഇറങ്ങി ഉന്തണം എന്നുള്ളൊരു പാഠം കൂടിയാണ് അവൻ അവിടെ നിന്ന് പഠിച്ചിട്ടുള്ളത്. ഈ പൂവിൻ്റെ ഉള്ളിൽ ഒരു കളർ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് കയ്യിൽ തേച്ചരച്ച് പിടിപ്പിച്ച് ആ കളർ അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസസ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.